കുടുംബത്തിനൊപ്പം സന്തോഷത്തോടെ ജീവിച്ചു വരുമ്പോൾ അപ്രതീക്ഷിതമായി ഉണ്ടായ തിരിച്ചടിയിൽ നിന്ന് ആയിരങ്ങൾക്ക് പ്രചോദനമേകുന്ന ഒരു ഉയർത്തെഴുന്നേൽപ്പ്. അതാണ് സജ്ന ജാഫറിൻ്റെ കഥ. ആറു വർഷം മുമ്പ് പിടിപെട്ട ഒരു പനിക്ക് പിന്നാലെ 34 വയസ്സിൽ ഇരു കാലുകളും മുറിച്ചു മാറ്റേണ്ടി വന്നു കാവുതികളം ഉള്ളാടശ്ശേരി സജ്നയ്ക്ക്. തിരിച്ചടികളെ വെല്ലുവിളികളായി കണ്ട് പരിമിതികളോടുള്ള പോരാട്ടമായിരുന്നു പിന്നീടുള്ള ജീവിതം. അത് 34-ാമത്തെ വയസ്സിലൊരു പനി ഉണ്ടായതാണ്. സാധാരണ രീതിയിലൊരു പനി വന്ന് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി. 3 ദിവസമായിട്ടും അസുഖം പനി കുറയാത്ത കാരണം 3-ാം ദിവസം പോയി അഡ്മിറ്റായി ഡിസ്ചാർജായി തിരിച്ച് വന്ന സമയത്ത് നടക്കാൻ പറ്റണില്ല. കാല് ഭയങ്കര വേദന, തണുപ്പ്, 2 കാലും മുട്ടിൻ്റെ താഴെ തണുപ്പ് മരവിച്ച പോലെ ഭയങ്കര സഹിക്കാൻ പറ്റാത്ത വേദന വന്നു. അപ്പോൾ വീട്ടിലെത്തി നടക്കാൻ പറ്റാതായ സമയത്ത് മാമനെ വിളിച്ച് ഉടൻ തന്നെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. കാണിച്ച ഡോക്ടറെ തന്നെ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞ് മറ്റൊരു ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്ന്. അങ്ങനെ കോട്ടക്കൽ അൽമാസ് ഹോസ്പിറ്റലിൽ പോയി. അൽമാസ് ഹോസ്പിറ്റലിൽ നിന്ന് 2 കാലും മുട്ടിന് താഴെ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ 2 കാലിനുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞു വരികയാണ്. പെട്ടെന്ന് മറ്റൊരിടത്തേക്ക് മാറ്റിയില്ലെങ്കിൽ ശരീരത്തിൻ്റെ മറ്റു ഭാഗത്തേക്കും വ്യാപിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പനിക്ക് പിന്നാലെ ഇരു കാലുകളിലേക്കുമുള്ള രക്തയോട്ടം നിലച്ചതാണ് പ്രശ്നമായത്. വ്യക്തമായ കാരണം ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അപൂർവങ്ങളിൽ അപൂർവമെന്ന് ഡോക്ടർമാർ വിധിയെഴുതി. വൈദ്യസമൂഹം മൊത്തം ഈ അപൂർവ രോഗത്തിനു മുന്നിൽ പകച്ചു നിന്നു. അങ്ങനെ 3 ദിവസം ബേബിന്ന് അഡ്മിറ്റായി 3-ാം ദിവസം അവിടുന്ന് വെല്ലൂർ CMCയിലേക്ക് ജോൺ മാത്യു സാറിന് ലെറ്റർ തന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞയച്ചു. പിന്നെ അവിടെ എത്തിയപ്പോൾ അവർ ഇവിടെ നടത്തിയ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് നടത്തി. അതിലൊന്നും പ്രത്യേകിച്ച് രോഗകാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. കാരണം 2 കാലിനും ഒരുമിച്ച് ഇങ്ങനെ വരാനുള്ളൊരു സംഭവം എന്താണെന്ന് പ്രായമായ ആൾക്കാർക്ക്, ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അങ്ങനെ വരലുണ്ട്. പക്ഷേ ഈ ഒരു പ്രായത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരുമിച്ച് സംഭവിച്ചു എന്നുള്ളത് അവർക്ക് എന്താ കാരണം എന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. മാസങ്ങൾ നീണ്ട ആശുപത്രി വാസത്തിനൊടുവിലാണ് ഇരു കാലുകളും മുട്ടിനു താഴെ മുറിച്ചു മാറ്റിയത്. പക്ഷേ സങ്കടവും കണ്ണീരും ഏതാനും ദിവസമേ ഉണ്ടായുള്ളൂ. ജീവിത യാഥാർത്ഥ്യത്തോടെ ഏറ്റുമുട്ടാൻ വളരെ വേഗം സജ്ന തീരുമാനമെടുത്തു. പ്രവാസിയായ ഭർത്താവ് ജാഫറും കുടുംബാംഗങ്ങളും പൂർണ്ണ പിന്തുണ നൽകി. ഇപ്പോൾ ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിച്ചൊരു സമയം അപ്പോഴാണ്. ആ ഒരു 10 ദിവസം ഇക്ക കൂടെ ഇല്ല. പിന്നെ ഉപ്പ അന്ന് കാലുമെന്ന് സ്വയം പ്ലാസ്റ്റർ വെട്ടി ഇപ്പം കൂടെ പോകുന്നതാണ്. ഈ ഒരു 10 ദിവസം ഒരു ഒറ്റമുറിയിലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ മനസ്സിൻ്റെ വിഷമങ്ങൾ നമുക്കൊന്ന് മനസ്സറിഞ്ഞ് കരയാൻ പോലും പറ്റാത്തൊരവസ്ഥ. കാരണം ഞാനൊന്ന് കരഞ്ഞാൽ എന്നെക്കാൾ ഏറെ വേദനിക്കുന്ന 2 ആളാണ് എൻ്റെ കൂടെ ഉള്ളത്. ഇക്കൊന്ന് വിളിക്കുന്ന സമയത്ത് ഒരു വേദന പങ്കുവച്ചാൽ പോലും ഇവർ കേൾക്കുമോ എന്നുള്ള ഒരു പേടി കാരണം എനിക്ക് അതിനും പറ്റാത്തൊരു മാനസികാവസ്ഥയിൽ ഈ 10 ദിവസം രാവിലെയും വൈകുന്നേരം പോയിട്ട് മുറിവ് ഡ്രസ്സ് ചെയ്യണം. ജാസിം, ഫർഹാൻ, ജിനാസ് എന്നിവരാണ് മക്കൾ. കോട്ടക്കൽ ചങ്കുവെട്ടിയിലാണ് സജ്ന ജനിച്ചത്. വിവാഹം കഴിച്ചെത്തിയത് തൊട്ടടുത്ത കാവുതികളത്തേക്കും. പഠിക്കാൻ മിടുക്കിയായിരുന്നെങ്കിലും 6 പെൺമക്കളിൽ 2ാമത്തെ ആളെ നന്നേ ചെറുപ്പത്തിലെ വിവാഹം കഴിച്ചയക്കാനായിരുന്നു വീട്ടുകാർക്ക് താല്പര്യം. 10ാം ക്ലാസ് കഴിഞ്ഞതോടെ പഠനം നിർത്തേണ്ടി വന്നു. കുട്ടിക്കാലം മുതലേയുള്ള പരന്ന വായനാശീലമാണ് ചക്രക്കസേരയിലെ സഹനജീവിതത്തിന് സജ്നയ്ക്ക് മുതൽക്കൂട്ടായത്. വായിച്ച കൂട്ടത്തിൽ KV റാബിയയുടെയും CH മാര്യത്തിൻ്റെയും പുസ്തകങ്ങൾ കൂടുതൽ ഉൾക്കരുത്ത് നൽകിയെന്നാണ് സജ്ന പറയുന്നത്.
കുറേ വാട്സപ്പ് ഗ്രൂപ്പുകൾ, അതായത് ഭിന്നശേഷി ഗ്രൂപ്പുകളിലും ഒക്കെ ഇങ്ങനെ ഓരോ ഫ്രണ്ട്സുകളുമായി ഇങ്ങനെ ഗ്രൂപ്പുകളിൽ ആടാകുമ്പോൾ അവരിങ്ങനെ ചോദിക്കും എന്ത് പറ്റിയതാണ്. കാരണം ഇതുവരെ ഇല്ലാത്തൊരു പുതിയ ആൾ വരുമ്പോൾ ആളെക്കുറിച്ച് അവരൊന്ന് ചോദിക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് സംസാരിക്കാനുള്ളൊരു മടിയായിരുന്നു. ഇങ്ങനെ ഞാൻ എനിക്ക് സംഭവിച്ചത് എഴുതൽ തുടങ്ങി, ഇങ്ങനെ അങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് വിടൽ തുടങ്ങി. പക്ഷേ ആ എഴുത്തിന് നല്ല സപ്പോർട്ടും കാര്യങ്ങളും കിട്ടി. ആ സമയത്ത് പിന്നെ അതുപോലെ ഇവിടെ LP സ്കൂളിൽ ടീച്ചേഴ്സ്മാർ എന്നെ കാണാൻ വന്നപ്പോൾ അന്ന് സ്കൂളിലുണ്ടായിരുന്ന അംബിക ടീച്ചർ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട്, അപ്പോൾ അതൊക്കെ നന്നായിട്ട് വായിക്കണ ആൾ തന്നെയായിരുന്നു ഞാൻ. പിന്നെ അങ്ങനെ മൊബൈലും കാര്യങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ വായന ഇങ്ങനെ കുറച്ച് നിന്ന് പോയതായിരുന്നു. അങ്ങനെയാണ് വീണ്ടും വായനയിലേക്ക് വരുന്നത്. അങ്ങനെയാണ് നമ്മൾ പത്മശ്രീ റാബിയത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട് പറഞ്ഞ പുസ്തകം. അപ്പം എനിക്ക് കൂടുതൽ ഇതുപോലെ ആയിട്ട് പ്രയാസങ്ങളിൽ നിന്ന് അതിജീവിച്ച ആത്മകഥകൾ വായിക്കാനാണ് കൂടുതൽ ഇഷ്ടം തോന്നിയത്. അങ്ങനെ റാബിയത്തിൻ്റെ പുസ്തകം വായിച്ചു. അതുപോലെ പിന്നെ കാട്ടുകണ്ടി കുഞ്ഞബ്ദുള്ളക്ക എന്ന് പറയും, മാരിയത്ത് CH, അത്തരത്തിലുള്ള പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഒരു മനസ്സിക്ക് ഭയങ്കര ഒരു കാരണം ഇത്രത്തോളം കഴിഞ്ഞിട്ട് അതിൽ നിന്ന് അതിജീവിച്ച് ഇവിടെ വരെ അവർക്കൊക്കെ എത്താൻ കഴിയുന്നുണ്ടെങ്കിൽ എനിക്കും എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിലാകാൻ പറ്റും, അല്ലെങ്കിൽ ഇതുപോലെ ഇവരെ പോലെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് എഴുതി നോക്കാനെങ്കിലും എൻ്റെ അനുഭവങ്ങൾ പറ്റും എന്നുള്ള ഒരു ഇതിൽ നിന്നാണ് എഴുത്തിലേക്ക് കടന്നത്. അപ്പം അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷം തരുന്ന കാര്യമായിരുന്നു. വായനയിലേക്ക് എഴുത്തിലേക്കും കടന്നതിന് ശേഷമാണ് പിന്നെ എനിക്ക് പുറം ലോകത്തെ കാരണം ഒരു 3 വർഷത്തോളം ഈ 4 ചുവരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങിയ ഒരു ജീവിതം, ഹോസ്പിറ്റല്, വീട്, അതല്ലാതെ മറ്റൊരു പുറലോകം, മറ്റൊരു ബന്ധുക്കൾ ഒന്നുമില്ലായിരുന്നു. ആ സമയത്ത് ഈ എഴുത്തിലേക്ക് വന്ന് ഞാൻ എഴുതിയത് ഫസ്റ്റ് ഗ്രീൻ വീൽസ് പറഞ്ഞ മാഗസിനിൽ പ്രസിദ്ധീകരിച്ചു. അപ്പം അതൊക്കെ അതിന് കിട്ടിയ വലിയ സപ്പോർട്ട്. അപ്പോൾ വീണ്ടും ഒന്നും കൂടെ കൂടുതൽ എഴുതി നോക്കണം എന്നുള്ളൊരു ചിന്തയായി. ഇന്ന് ഏറെ തിരക്കുള്ള ഒട്ടേറെ വിദ്യാർത്ഥികൾക്ക് പ്രിയങ്കരിയായ മോട്ടിവേഷൻ സ്പീക്കറും എഴുത്തുകാരിയുമാണ് സജ്ന. പിന്നീട് കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലെ പല കോളേജുകളിലും വ്യക്തിത്വ വികസന ക്ലാസുകളെടുത്തു. ജില്ലയിലെ ഒട്ടേറെ സ്കൂളുകളിലുമെത്തി. തദ്ദേശ സ്ഥാപനങ്ങൾ സംഘടിപ്പിക്കുന്ന പരിപാടികളിലും വിഷയ അവതാരകയായി. ഈ സമയവും കടന്നുപോകും. അതാണ് ആശുപത്രി അനുഭവക്കുറിപ്പുകളുടെ പേര്. കലാലയ അനുഭവക്കുറിപ്പുകൾക്ക് ഒരു വട്ടം കൂടി എന്ന് പേരിട്ടു. അന്ന് ഞാൻ ആ ഒരു സമയത്ത് ഭയങ്കര ടെൻഷനായതെന്ന് വെച്ചാൽ എനിക്കിനി പുറത്ത് പോകാൻ പറ്റൂല, മക്കളെ സ്കൂളിൽ പോകാൻ പറ്റൂല, മക്കൾക്ക് ഒരു ഒപ്പിടാനോലോട് പോകാൻ പറ്റൂലല്ലോ. അങ്ങനെയൊക്കെ ചിന്തിച്ച എനിക്ക് പിന്നെ അതിലപ്പുറം ഒരു ഭാഗ്യം ദൈവം തന്നെന്ന് പറയാം. കാരണം ഫസ്റ്റ് ടൈം മോന് ഞാൻ ഹോസ്പിറ്റലിലുള്ള സമയത്ത് NSSൻ്റെ ക്യാമ്പ് നടക്കണം. അന്ന് മോന് +2 പഠിക്കണം. അന്ന് NSSൻ്റെ ക്യാമ്പ് നടന്നപ്പോൾ അവന് എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മ, അവന് പുതുപ്പറമ്പ് സ്കൂളിലാണ് പഠിക്കണം, ഉമ്മ ഞങ്ങൾക്ക് ഇങ്ങനെ ക്യാമ്പ് ഉണ്ട്, ഇവിടെ പറപ്പൂര് UP സ്കൂളിൽ വെച്ചിട്ടാണ് നടക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ഞാൻ പഠിച്ച സ്കൂളാണ്, എനിക്ക് വരാൻ പറ്റില്ലല്ലോ, ഒരു ദിവസം അന്ന് രക്ഷിതാക്കൾക്ക് അവിടെ വരാം, ഒരു വൈകുന്നേരം അവിടെ സ്പെൻഡ് ചെയ്യാമെന്നുണ്ടായിരുന്നു. അപ്പം പറഞ്ഞു എനിക്ക് ഭയങ്കര സങ്കടം മോനെ കേട്ടപ്പോൾ, ഞാൻ ഈ അവസ്ഥയിലായതുകൊണ്ടൊക്കെ വരാം, നമ്മൾ പഠിച്ച സ്കൂൾക്ക് വീണ്ടും പോവുക എന്ന് പറയുന്നത് അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ മോൻ പറഞ്ഞു സാരമില്ല, ഇനി അവസരങ്ങളുണ്ടാവില്ല. ഞാൻ പറഞ്ഞു ഇനി എങ്ങനെ അവസരം ഉണ്ടാവുക മോനെ, ഞാൻ ഈ ഒരു അവസ്ഥയിലായില്ല, ഇനി എനിക്ക് ഇത്രയും പറ്റാതാവില്ലേ ഉണ്ടാവുള്ളൂ എന്ന്. പക്ഷേ ഞാൻ ആദ്യമായിട്ട് പങ്കെടുത്തത് ഒരു പരിപാടി എന്ന് വെച്ചാൽ പോയൊരു പരിപാടി വെച്ചാൽ മോന് 2ാമത് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ NSSൻ്റെ ക്യാമ്പിന് അവർ 7 ദിവസത്തെ സവാസ ക്യാമ്പിൻ്റെ സമാപന പരിപാടിക്ക് ചീഫ് ഗസ്റ്റ് ആയിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ നമ്മൾ കരുതണം അതൊന്നല്ല പഠിച്ചോൻ കരുതണത്, അല്ല നമ്മൾ ഇനി നമുക്ക് കഴിയൂല ഉണ്ടാവില്ല എന്ന് കരുതുമ്പോൾ അതിലപ്പുറം വേറെ എന്തെങ്കിലും ഒന്ന് ദൈവം നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ടാവും എന്ന് പറയാം. ഒട്ടേറെ കവിതകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ചില പുരസ്കാരങ്ങളും ഇതിനകം നേടി. ജനപ്രതിനിധികൾ, കലക്ടർ, എഴുത്തുകാർ തുടങ്ങിയവരുടെ എല്ലാം അനുമോദനം നേടി. DAPL എന്ന ഭിന്നശേഷി കൂട്ടായ്മയുടെ വനിതാ വിഭാഗം ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് സജ്ന.